തിരുവനന്തപുരം തിരുമലയിൽ ആത്മഹത്യ ചെയ്ത ബി.ജെ.പി. കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു. അനിൽ പ്രസിഡന്റായ വലിയശാല ഫാം ടൂർ സൊസൈറ്റിയിൽ 7 കോടിയിലധികം രൂപ വായ്പ നൽകി. വായ്പ കൊടുത്തവർ പലരും പണം തിരികെ നൽകിയില്ലെന്നും പാർട്ടി നേതൃത്വവും സഹായിച്ചില്ല എന്നും ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. അനിൽ സഹായം അഭ്യർത്ഥിച്ച് കണ്ടിരുന്നുവെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്ഥിരീകരിച്ചു. അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെ ബി.ജെ.പി. പ്രവർത്തകർ ആക്രമിച്ചു. 24 ക്യാമറമാൻ രാജ് കിരണിനും മർദ്ദനമേറ്റു. ഇറങ്ങി വരുമ്പോഴത്തേക്കും തലയിലടിച്ചായിരുന്നു. ഇവിടെ ഏറ്റവും താഴെ വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള മാധ്യമപ്രവർത്തകരുടെ ക്യാമറ കൊണ്ട് അടിച്ച് പൊട്ടിക്കുകയും ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയും ചെയ്ത് ഇങ്ങോട്ട് മാറിയിരിക്കുകയോ ചെയ്തത്. അത് അവിടെ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അവിടുന്ന് പിടിച്ചു തള്ളി സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീഴാണ്. ക്യാമറയുടെ ലെൻസ് ഉൾപ്പെടെ പൊട്ടുകയാണ്. ഒരു പ്രകോപനവുമില്ല. അതൊരു എന്താ വസ്തുത എന്നറിയാതെ വെറുതെ ആവശ്യമില്ലാതെ ഒരു ബഹളം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ബാങ്കിന് സാമ്പത്തിക ബാധ്യതയുണ്ടായെങ്കിലും ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്കെതിരായ ആക്രമണത്തിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും കരമന ജയൻ പറഞ്ഞു. കേരളത്തിൽ മുഴുവൻ നടക്കുന്ന സഹകരണ സംഘങ്ങളുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പാർട്ടി അറിയുകയും പക്ഷേ ക്രമക്കേടൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ള പാർട്ടിക്ക് വിശദമായി തന്നെ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ചില നിമിഷങ്ങളുണ്ടാകുന്ന ഒരു വിധി എന്നേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതിനെ വേറൊരു തലത്തിലേക്കൊന്നും കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ആർക്കും ഒരു തെറ്റിദ്ധാരണ വേണ്ട. മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു വിഷമം നിങ്ങൾ പറഞ്ഞു, അത് ബി.ജെ.പി. നേതൃത്വം പറഞ്ഞിട്ടോ ഒന്നുമല്ല. അത് ഇവിടുത്തെ നാട്ടുകാരും പ്രവർത്തകർക്കും എന്തോ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നു എന്നൊരു തെറ്റായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രശ്നമുണ്ടായെന്ന് മാത്രമേ അത് കാണുന്നുള്ളൂ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കുക, അത്രേ പറയാനുള്ളൂ. തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ബി.ജെ.പിക്കെതിരെ CPIM രംഗത്തെത്തി. ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം തട്ടിപ്പിൽ ബി.ജെ.പി. നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി വി ജോയ് ആവശ്യപ്പെട്ടു. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും ചേരുന്നു. തത്സമയം റിനു, ഞെട്ടലുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു ഇന്ന് ബി.ജെ.പി. കൌൺസിലറുടെ ആത്മഹത്യ. അതിനുശേഷം ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ അതിൽ ബി.ജെ.പി. നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിൽ പറയുന്നു, താൻ ഒറ്റപ്പെട്ടുപോയി, പലപ്പോഴായി സഹായം തേടിയെങ്കിലും തനിക്കൊപ്പം ആരും ഉണ്ടായില്ല. ഞാൻ ഒരുപാട് സഹായങ്ങൾ ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ തനിക്കൊരു ആവശ്യം വന്നപ്പോൾ സഹായിച്ചില്ല പാർട്ടി നേതൃത്വം എന്ന് കൃത്യമായി ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളല്ല ജില്ലാ നേതൃത്വം പറയുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ, പ്രതിസന്ധി ഉണ്ടായിരുന്നു ആ സഹകരണ സംഘത്തിൽ, പക്ഷേ ക്രമക്കേടുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് അറിയുന്നില്ല. ഒരു പ്രത്യേക ഒരു നിമിഷത്തിൽ തോന്നിയ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞാണ് അതിന് ജില്ലാ നേതൃത്വം കാണുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഈ വലിയശാലയിലെ ഈ ടൂർ സൊസൈറ്റി, അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 7 കോടിയോളം രൂപ ബാധ്യതയുണ്ടെന്ന് പറയുന്നു. അതിന് ഇത്ര 11 കോടിയോളം രൂപ ആസ്തിയുണ്ട്, അതിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന പണം കൊണ്ട് ഇത് തീർക്കണം എന്നൊക്കെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ വിശദമായി പറയുന്നുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവം? ഇതിൽ എങ്ങനെയാണ് ഇപ്പോൾ CPIM-ഉം ബി.ജെ.പിയും ഒക്കെ നിലപാട് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്? ഇന്ന് രാവിലെ ഏകദേശം 9:15 കൂടിയാണ് തിരുമല അനിൽ എന്ന അനിൽകുമാർ, തിരുവനന്തപുരത്തെ ഏറ്റവും മുതിർന്ന കോർപ്പറേഷനിലെ കൗൺസിലറിൽ ഒരാളാണ്. ബി.ജെ.പി. കൗൺസിലറാണ്, മുതിർന്ന നേതാവാണ്. സൗമ്യമായിട്ടുള്ള ഒരു ഇടപെടൽ, സാധാരണ ബി.ജെ.പി. പ്രവർത്തകരിലേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്ന ഒരാൾ കൂടിയാണ് അനിൽ എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള ഒരു അറിവ് കൂടി എനിക്കുണ്ട്. എന്തായാലും അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം, ഇതിൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളതാണ്. നിരന്തരം ഇദ്ദേഹത്തിന്റെ വീട്ടിലടക്കം കടക്കാർ എത്തുന്നു എന്നുള്ളത് ബി.ജെ.പി. ജില്ലാ നേതൃത്വത്തെയും ഒപ്പം രാജീവ് ചന്ദ്രശേഖരനെ അടക്കം ബോധിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള സഹായം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് കണ്ട് അദ്ദേഹം ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഒരു തരത്തിലുള്ള സഹായം അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതിലൊക്കെ തന്നെ മനംതൊന്താണ് താൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ആ കുറിപ്പിൽ നിന്ന് വ്യക്തമാണ്. പരോക്ഷമായി ബി.ജെ.പിക്ക് എതിരെ പറയുന്നത് എന്നുള്ളത് കൃത്യവുമാണ്. എന്തായാലും ഇപ്പോൾ CPIM-ന്റെ ജില്ലാ നേതൃത്വം ഈ ജില്ലാ ഫാം ടൂറിസം സഹകരണ സംഘത്തിന്റെ അഴിമതിക്കെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു. ബി.ജെ.പി. നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 100 വാർഡുകളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി സെപ്റ്റംബർ 22-ന് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരം നഗരസഭയിൽ പൊതുദർശനത്തിന് വെക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം വീട്ടിലും നാളെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും അതിനുശേഷം 1 മണിയോടുകൂടി ശാന്തികവാടത്തിൽ സംസ്കരിക്കുകയും ചെയ്യും എന്നുള്ള വിവരവും ബി.ജെ.പി. നേതൃത്വം നൽകുന്നുണ്ട്.
എന്തായാലും ഇന്ന് ദാരുണമായി ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരെ രൂക്ഷമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് വൈകാരികമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് BJP പ്രവർത്തകർ നിന്നിരുന്നെങ്കിൽ പോലും ഈ BJP പ്രവർത്തകർ എന്തിന് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് മാധ്യമപ്രവർത്തകർ എത്തിയത്. ഈ കുറിപ്പിൽ, അതായത് ആത്മഹത്യക്കുറിപ്പിലെ ചില വിവരങ്ങൾ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിൽ മനന്നൊന്ത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിൽ ഒരു പ്രതികാര നടപടി എന്നോണമാണ് ഇവർ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം മാധ്യമപ്രവർത്തകർക്കെതിരെ, പ്രത്യേകിച്ച് വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ അടക്കം ഇവർ ഉണ്ടാക്കിയത് എന്നുള്ളത് ഏറ്റവും. അതിനുശേഷം ജില്ലാ ടൗൺ പ്രസിഡന്റ് കരമന ജയനൊക്കെ വന്ന് മാപ്പപേക്ഷിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിൽ പോലും വനിതാ മാധ്യമ പ്രവർത്തകരെ പോലും വിടാതെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ 24-ന്റെ ക്യാമറാമാൻ രാജ് കിരണിനെയും ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ദേശാഭിമാനി ക്യാമറാമാൻ്റെ ക്യാമറ തല്ലി തകർക്കുന്ന ഒരു സാഹചര്യം. മാതൃഭൂമിയുടെയും അതുപോലെ തന്നെ ന്യൂസ് മലയാളത്തിൻ്റെയും ഒക്കെ തന്നെ വനിതാ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയി എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് CPM പോകുന്നു. ഇപ്പോൾ നിലവിൽ തമ്പാനൂർ പോലീസിൽ നേരത്തെ തന്നെ ഈ സഹകരണ സംഘത്തിനെതിരെ നിക്ഷേപകർ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി ഒന്നും തന്നെ ഇപ്പോൾ പൂജപ്പുര പോലീസ് സ്റ്റേഷനിലോ ഒന്നും ലഭിച്ചിട്ടില്ല. മേയറുമായി സംസാരിക്കുമ്പോൾ നിലവിൽ ഈ പോസ്റ്റ്മോർട്ടവും സംസ്കാര ചടങ്ങുകളൊക്കെ കഴിയട്ടെ, അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കുമെന്നുള്ളതാണ് മേയർ ആര്യ രാജേന്ദ്രൻ പോലും പറഞ്ഞത്. എന്തായാലും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ജില്ലാ നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി തന്നെ അത് പറയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അനിൽകുമാറിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ നഗരസഭ ആസ്ഥാനത്തേക്ക് എത്തിക്കും. പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഔദ്യോഗികമായി പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. റിനോ, ഈ സൊസൈറ്റിക്കുണ്ടായ കടബാധ്യത അതേക്കുറിച്ച് ജില്ലാ നേതൃത്വം അത് പറയുന്നുണ്ട്. അത്തരം പ്രതിസന്ധി ഉണ്ട് ആ സഹകരണ സംഘത്തിൽ നിന്ന് പറയുന്നത്. പക്ഷേ ക്രമക്കേടുകളില്ല എന്ന് എന്തുകൊണ്ടാണ് അത് ആ രീതിയിൽ തന്നെ പറയുന്നത്? ഈ ഓഡിറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി ഈ വർഷം ഇത്ര കാലവും അത് കൃത്യമായിരുന്നോ? അതിൻ്റെയൊക്കെ വിശദാംശങ്ങളുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ആത്മഹത്യ മാത്രമേ ഇനി മുന്നിലുള്ളൂ എന്നൊരു പക്ഷേ ഈ തിരുമല അനിൽ ചിന്തിച്ചിട്ടുണ്ടാവുക? ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു, പക്ഷേ ക്രമക്കേടുകളൊന്നുമില്ല, പണം തിരിച്ചടക്കാത്തവർ അത് ചെയ്തില്ല, അത് മാത്രമാണ് പ്രതിസന്ധി. പക്ഷേ അതിൽ പോലും ഈ ജില്ലാ നേതൃത്വം ഇടപെട്ടില്ല ഇത്രയും കാലം എന്നാണോ മനസ്സിലാക്കേണ്ടത് റിനോ? ഈ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ പ്രജിൻ പറയുന്നത് ഏകദേശം 7 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു രൂപ പോലും താൻ എടുത്തില്ല, താനോ തൻ്റെ കുടുംബമോ എടുത്തില്ല എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. പക്ഷേ ഈ വിഷമങ്ങളെല്ലാം തന്നെ പങ്കുവച്ചിട്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടി നേതൃത്വം ഒരു തരത്തിലും തന്നെ സഹായിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പാർട്ടി നേതൃത്വത്തോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ രീതിയിൽ സാമ്പത്തികം നൽകി സഹായിക്കാൻ പറ്റില്ല, പക്ഷേ ചില നിക്ഷേപങ്ങളൊക്കെ സ്വീകരിച്ച് നൽകി സഹായിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ അത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് പറയാൻ കഴിയില്ല. ഇദ്ദേഹത്തിന് 2 പെൺമക്കളാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് നിരന്തരം ഈ കടക്കാർ എത്തുന്നു എന്നുള്ള ഒരു അദ്ദേഹം പല ആൾക്കാരോടും ഈ സഹ കൗൺസിലർമാരോടൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു. അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതിൽ മാനസികമായി ശാരീരികമായി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എതിർ പാർട്ടിയാണെങ്കിൽ പോലും മേയറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറും ഇടപെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജിലടക്കം ഇദ്ദേഹത്തിന് ചികിത്സാ സഹായങ്ങൾ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. നിരവധി ദിവസങ്ങളായി നഗരസഭയിലേക്കോ കൗൺസിലിലേക്കോ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതും നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ജില്ലാ പാർട്ടി നേതൃത്വവും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. പക്ഷേ ഒരു തരത്തിലും അത് ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടല്ല, ചില ലോണുകൾ നൽകിയത് തിരിച്ചടയ്ക്കാത്തത് മൂലമുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണ് എന്നുള്ളതാണ് ഈ പാർട്ടി ജില്ലാ നേതൃത്വം പോലും പറയുന്നത്. പ്രജി, ശരി, റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.